സേവൂസ്. അപ്പം നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ സൂറിച്ചിലേക്കാണ്. സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും വലിയ സിറ്റിയാണ് സൂറിച്ച്. അപ്പോൾ നമ്മളുള്ളത് മ്യൂണിക്കിലാണ്. അപ്പോൾ മ്യൂണിക്കിൽ നിന്ന് നമുക്ക് ഫ്ലിക്സ് ബസ് എന്ന് പറഞ്ഞ സർവീസിലാണ് പോകുന്നത്. അതായത് ഇവിടുത്തെ മെയിൻ ഒരു ബസ് ഓപ്പറേറ്ററാണ് ഫ്ലിക്സ് ബസ്. പല സ്ഥലങ്ങളിലേക്ക് ജർമ്മനിയിൽ നിന്ന് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്ലിക്സ് ബസ്സിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ടിക്കറ്റ് ഓൾറെഡി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു നോർമൽ ട്രെയിൻ എടുത്ത് ഫ്ലിക്സ് ബസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടുന്ന് ബസ് എടുത്തിട്ട് വേണം നമുക്ക് സൂറിച്ചിലേക്ക് പോകാനായിട്ട്. ഇവിടെ മ്യൂണിക്കിലുള്ള ഹാക്കർകൂക്കെ എന്ന് പറഞ്ഞ ഒരു ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്താണ് ഫ്ലിക്സ് ബസ്സിൻ്റെ സ്റ്റേഷൻ ഉള്ളത്. ZOB എന്നാണ് ഇവിടെ പറയുന്നത്. ഫ്ലിക്സ് ബസ് സ്റ്റേഷനുകൾക്ക് പറയുന്നത് ZOB എന്നാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, ഹാക്കർകൂക്കയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നടന്നിട്ട് ഫ്ലിക്സ് ബസ്സിൻ്റെ ഈ വരുന്ന ഒരു ബസ്, ഇത് ഫ്ലിക്സ് ബസ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബസ്സിലാണ് നമ്മൾ പോണത്. അപ്പോൾ ടിക്കറ്റ് എല്ലാം റെഡിയാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 20 യൂറോസിന് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്, കിട്ടാനുണ്ട് ടിക്കറ്റ്. പീക്ക് ടൈമിലൊക്കെ ആണെങ്കിൽ 50 യൂറോസ് വരെയൊക്കെ പോകുന്നത്. നമ്മൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചീപ്പായിട്ട് നമുക്ക് പോകാവുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂറിച്ചിൽ എത്തുന്ന വരെയുള്ള ഒരു ബ്ലോഗാണിത്. അതിന് ശേഷമുള്ളത് വേറെ പാർട്ടിലായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇത് എങ്ങനെ നമുക്ക് സൂറിച്ചിൽ എത്താന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യൂ ആണ്. അപ്പോൾ ആ കാണുന്ന അറ്റത്ത് കാണുന്ന സെൻട്രൽ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ബസ്സൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഓൾറെഡി. ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ പോണത്. ഫ്ലിക്സ് ബസ് 06X06 എന്ന് പറഞ്ഞ നമ്പറിലാണ് നമ്മൾ പോണത്. നല്ല അടിപൊളി ബസ്സാണ്, നല്ല ഭീമാകാരനായ ഒരു ബസ്സാണ് കേട്ടോ. നാട്ടിൽ ഈ ഒരു മോഡൽ ബസ് ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലുള്ള വോൾവോ ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് വേറൊരു മോഡൽ ബസ്സാണ്, ഡബിൾ ഡെക്കർ ബസ്സാണ്. അപ്പോൾ അത്യാവശ്യം സ്പീഡിലൊക്കെ പോകും. പിന്നെ നല്ല ഫെസിലിറ്റീസ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്. വൈഫൈ, അങ്ങനെ എല്ലാ സംഭവം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അടക്കമുണ്ട് അതിനകത്ത്. അർജന്റായിട്ട് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ പോവാം. അപ്പോൾ അത്രയും നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ബസ് സർവീസാണ് അത്, ഫ്ലിക്സ് ബസ്. ഇപ്പതേ ബസ് എടുത്തിട്ടുണ്ട്. പതുക്കെ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങുവാണ് ബസ്. Welcome aboard. We are pleased that you have decided to travel with Flixbus. For your own safety and that of ഈ പോകുന്നത് സിറ്റിയുടെ ഉള്ളിലുള്ള റിംഗ് റോഡ് വഴിയാണ് പോകുന്നത്. അപ്പോൾ സിറ്റിയൊക്കെ നമുക്ക് കുറച്ച് കാണാം. ആൾക്കാർ സൈക്കിളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെതർ ആയതുകൊണ്ട് സൈക്ലിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല പച്ചപ്പാണ് മൊത്തം. സിറ്റി വലിയ സിറ്റി ആണെങ്കിലും അത്യാവശ്യം ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ വെതറും നല്ല വെതറൊക്കെയാണ്. ഇവിടുന്ന് നമ്മൾ പതുക്കെ പോയി ഓട്ടോ ബാനിലേക്ക് കയറിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഓട്ടോ ബാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹൈവേസ് എന്ന് പറയുന്ന പേരാണ്. അപ്പോൾ അതിലങ്ങ് കയറിയാൽ പിന്നെ നല്ല സ്പീഡിലായിരിക്കും പിന്നെ ബസ് പോകണം. ഇവിടെ അത്യാവശ്യം ട്രാഫിക് സിഗ്നലൊക്കെ ഉള്ളതുകൊണ്ട് പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം വണ്ടിയായിട്ട് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു 310 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാനുണ്ട് മ്യൂണിക്കിൽ നിന്ന് സൂറിച്ചിലേക്ക്. അപ്പോൾ വണ്ടി നമ്മുടെ സ്വന്തം വണ്ടിക്കൊക്കെ ആണെങ്കിൽ ഒരു 3-3.25 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. ഇതിപ്പോൾ ഫ്ലിക്സ് ബസ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഒരു 3.25 മണിക്കൂറാണ് എത്തുന്നത്. 3.25 മണിക്കൂറിലാണ് എത്തുന്നത്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം നല്ല ഒരു സീനറി ഒക്കെ കവർ ചെയ്തിട്ടാണ് ഈ പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ടണൽസ് ഉണ്ട്. അപ്പോൾ അതേ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് വണ്ടി ഇപ്പോൾ ജസ്റ്റ്. അപ്പോൾ നല്ല രസമാണ് ടണലിൻ്റെ ഉള്ളിൽ. വലിയ ടണലാണ്, അത്യാവശ്യം നല്ല നീളമുള്ള ടണലാണ്. ഇപ്പം നമ്മൾ ബോർഡർ എത്തിയിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ബാഗൻസ് എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയയിലുള്ള ഒരു ബോർഡറിലുള്ള സ്ഥലം വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ല. ഫ്ലിക്സ് ബസിൻ്റെ ടിക്കറ്റിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ ബർഗൻസ് എന്ന് പറയും. അല്ലാത്ത നമ്മൾ റോഡിലൂടെ പോവുകയാണെങ്കിൽ, നമ്മുടെ വണ്ടിയും കൊണ്ട് പോവുകയാണെങ്കിൽ ടോളൊക്കെ ഉണ്ട്. അപ്പോൾ അതപ്പം ബോർഡറിലെത്തി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കണ്ടില്ലേ. അപ്പോൾ ഈ ഓസ്ട്രിയൻ ആൽപ്സും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓസ്ട്രിയയുടെ സ്ഥലങ്ങളും കുറച്ച് നല്ല നല്ല ഭംഗി ഉള്ള സ്ഥലങ്ങളാണ്. നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ സ്വിറ്റ്സർലാൻഡിൻ്റെ അടുത്തുള്ള ഒരു ലേക്ക് ഉണ്ട്, ഒരു കോൺസ്റ്റാൻസ് ലേക്ക് എന്ന് പറയും, ലേക്ക് കോൺസ്റ്റാൻസ്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിൻ്റെയും ജർമ്മനിയുടെയും ബോർഡറിൽ കിടക്കുന്ന ഒരു ലേക്കാണ് ഈ കാണുന്നത്. വലിയൊരു ലേക്കാണ്. നല്ല ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന ഒരു വലിയൊരു ലേക്കാണ്. അപ്പോൾ അതിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ലേക്കിന് ചുറ്റുമാണ്, ചുറ്റുമല്ല, ഒരു ഹാഫ് നമ്മൾ ചുറ്റിയിട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ നല്ല വ്യൂ ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. നല്ല വീടുകളും കാര്യങ്ങളും പിന്നെ ഭംഗിയുള്ള മരങ്ങൾ എല്ലാം കാണാനുണ്ട്. പച്ചപ്പുള്ള മേടുകൾ
മുട്ടക്കുന്നുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല നല്ല രസമൊക്കെ കാണാനായിട്ട്. ഇത് ഈ കാണുന്നത് സൂറിച്ച് സിറ്റിയാണ്. നമ്മൾ സിറ്റി റൂട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും വലിയ സിറ്റിയാണ്, ഫിനാൻഷ്യൽ സെൻറ്റർ, അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും എല്ലാം ഉള്ള സിറ്റിയാണ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ്. നമ്മളിപ്പോൾ യൂറോപ്പിൽ എടുക്കുകയാണെങ്കിൽ ലക്സംബർഗ്, സ്വിറ്റ്സർലാൻഡ് ഇതൊക്കെയാണ് വളരെ എക്സ്പെൻസീവ്. മൊണാക്കോ ഇതൊക്കെയാണ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റികൾ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കറൻസി എന്ന് പറഞ്ഞാൽ CHF എന്നാണ് പറയും. അതായത് യൂറോ അക്സെപ്റ്റഡ് ആണ് എല്ലാ യൂറോപ്പിലെല്ലായിടത്തും. പക്ഷേ സ്വിറ്റ്സർലാൻഡിന് മാത്രമായിട്ട് ചെറിയൊരു മീൻസ് ഒരു കറൻസി അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ CHF എന്ന് പറയും. അപ്പോൾ അതാണ് ഇവിടെ കറൻസി. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ വാല്യൂ യൂറോനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള യൂറോപ്യൻ കൺട്രികളിൽ നിന്ന് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്യും. ഇവിടെയും ട്രാമും കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് സെൻട്രൽ സ്റ്റേഷനിലേക്കാണ്. ഇവിടുത്തെ സൂറിച്ചിലെ മെയിൻ സ്റ്റേഷനായിട്ടുള്ള സെൻട്രൽ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോണത്. നമ്മൾക്കെന്ന് പറഞ്ഞെങ്കിൽ അവിടുന്ന് വേറൊരു ട്രെയിൻ എടുത്തിട്ട് നമ്മുടെ അങ്കിളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്റ്റേ ഒക്കെ അവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് വേറൊരു ട്രെയിൻ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇവിടുത്തെ ലോക്കൽ റണ്ണിങ് ട്രെയിനാണ്. അപ്പോൾ അതെടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. ഇവിടുത്തെ ആൾക്കാർ ഇവിടെ പറയുന്നത് ഷ്വൈസ് എന്ന് പറയും, ഷ്വൈസ് ജർമ്മൻ എന്ന് പറയും. അതായത് സെയിം ലാംഗ്വേജ് തന്നെയാണ്, പക്ഷേ ഒരു ഷ്വൈസ് ആക്സെൻറ്റ് അവർക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് അവർ സംസാരിക്കുന്നത്. ജർമ്മനിയിലെ പോലെ തന്നെ അല്ല, യൂറോപ്പിലെ എവിടെയും പോലെ തന്നെ ഇവിടെയും സൈക്കിളൊക്കെ അത്യാവശ്യം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്നത് ബാനോഫിൽ, അതായത് ട്രെയിൻ സ്റ്റേഷനിലുള്ള സൈക്കിൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. വളരെ സ്ട്രക്ചേർഡായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്, അവർ എല്ലാം ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത് ഉള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ പല ലെയറുകളായിട്ടാണ് ഇവിടെ ട്രെയിൻ സ്റ്റേഷൻ. അത് ജർമ്മനിയിലും എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ഇങ്ങനെ തന്നെയാണ്. പല ലെയറുകളായിട്ടാണ് സ്റ്റേഷൻ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൗൺ പ്ലാനിങ് ആണ് പണ്ട് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ എയർപോർട്ടിൽ പോകുമ്പോഴാണ് ഈ ഫീൽ കിട്ടുന്നത്. അപ്പോൾ അതേ സെറ്റപ്പ് ട്രെയിൻ സ്റ്റേഷനിലും ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 268 യൂറോ അല്ല, CHF നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീക്ക്ലി പാസ് കിട്ടും. അതായത് സ്വിറ്റ്സർലാൻഡിൽ മൊത്തം നമുക്ക് വീക്ക്ലി നമുക്ക് കറങ്ങാൻ പറ്റും. അപ്പോൾ അത് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറുകളിൽ ഇൻ സ്റ്റേഷനിലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിലും എടുക്കാൻ പറ്റും. അപ്പോൾ സ്പോട്ടിലെടുക്കാം. അപ്പോൾ അതിനുള്ള മെഷീനാണത്. ഇതിൽ നമുക്ക് സൂണുകളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് അപ്പോൾ തന്നെ പ്രിൻറ്റ് ചെയ്ത് തരും. നമ്മൾ കയ്യിൽ വെച്ചാൽ ടിക്കറ്റ് ചെക്കിങ് ഉണ്ടാവും, എന്തായാലും മാൻഡേറ്ററി ആണ് അത്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ക്യാരി ചെയ്യണം ടിക്കറ്റ്. നമ്മുടെ ട്രെയിൻ ഏതാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊക്കെ നോക്കിയിട്ട് ഇൻഫർമേഷൻ നോക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഇപ്പോൾ S9 ആണെന്ന് തോന്നുന്നു. S9 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷ്വെറ്റ്സെൻബാ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അവിടെയാണ് നമ്മളുടെ വീട്, റിലേറ്റീവിൻ്റെ വീട്, തങ്ങളുടെ വീട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. പൊതുവേ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. ഈ ട്രെയിനിൽ കയറിയാൽ മതി. ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ട്രെയിൻ കയറിയിട്ട് അങ്ങോട്ട് പോകാൻ നോക്കട്ടെ. ഇനി എന്തായാലും സൂറിച്ച് സിറ്റിയെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ഒരിടത്തുള്ള വേറൊരു സ്ഥലം വിൽസ എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ നോക്കിയിട്ട് കാണാം.